ചിത്രശലഭങ്ങളെ പോലെ ചിറകുകൾ വീശിപ്പറക്കുന്ന തിരക്കഥകളെ ഫ്രെയിമുകൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് നല്ല സിനിമകളെ മലയാളികൾക്ക് നൽകിയ സംവിധായകനാണ് കമൽ. കഥാപാത്രങ്ങളുടെ മുഖം ഒരു വരണ്ട കാറ്റായി മിന്നിത്തെളിഞ്ഞ ചിത്രങ്ങളും കമൽ മലയാളികളോട് മധുര നൊമ്പരക്കാറ്റിലൂടെ പറയേണ്ടി വന്നിട്ടുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിന്റെ പൊതുവായ ശബ്ദമായി മാറിയ വേഷപ്പകർച്ചകൾ തൻ്റെ സിനിമയിലൂടെ കാണാനും കേൾക്കാനും പഠിപ്പിച്ചത്. നിറഞ്ഞ പുഞ്ചിരിയും പിന്നെ ഒരൽപ്പം തേങ്ങലുമായി അകത്തും പുറത്തും സ്നേഹത്തോടെ കമൽ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ ഫ്രെയിമിലൂടെ മലയാളികളെ എന്നും വാത്സല്യത്തോടെ നോക്കി നിൽക്കുന്നതായി കാണാം. നവാഗതനെന്നോ പരിചയസമ്പന്നർ എന്നോ നോക്കാതെ ധാരാളം കലാകാരന്മാരെ സംവിധായകൻ കമൽ മലയാള സിനിമയിൽ കൈപിടിച്ച് കൂടെ നടത്തിയിട്ടുണ്ട്. മിഴിനീർ പൂവുകൾ എന്ന ആദ്യ ചിത്രത്തിൽ തുടങ്ങി ഇന്ന് വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിൽ വരെ ആ സംവിധായകന്റെ കലാവിരുന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. നായക കഥാപാത്രങ്ങളുടെ നശ്വരമായ ജീവിതവും അവരിലേക്ക് ഓടിയെടുക്കുന്ന വിധി എന്ന ശൂന്യതയും ഒരു സാർവലൗകിക സത്യം പോലെ വിളിച്ചു പറയുന്ന ചിത്രങ്ങളായിരുന്നു കമൽ ചിത്രങ്ങൾ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഉള്ളടക്കം, ചമ്പക്കുളം തച്ചൻ, മഴയത്തു മുമ്പേ എന്ന ചിത്രങ്ങളെല്ലാം മേൽപ്പറഞ്ഞ വസ്തുതകൾ ശരിവെക്കുന്ന ചിത്രങ്ങൾ ആണെന്ന് തന്നെ നിസ്സംശയം പറയാം. ഈ ചിത്രത്തിലെ നായക കഥാപാത്രങ്ങളുടെ ജീവിതം വെള്ളിത്തിരയിൽ കണ്ടു തീരുമ്പോഴും ഭയത്തിന് സമാനമായ ഒരു വികാരം നമ്മളെ വന്നു പൊതിയുന്നു. കഥാപാത്രത്തിന്റെ സംഘർഷബദ്ധമായ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ നമ്മുടെ ഏകാന്തതയുടെ ഉയർത്തുതാഴ്ചകൾക്കൊപ്പം ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നു. ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിലെ എബിയും, ഉള്ളടക്കത്തിലെ ഡോക്ടർ സണ്ണിയും, ചമ്പക്കുളം തച്ചനിലെ രാഘവനും, മഴയത്തു മുംബൈയിലെ നന്ദകുമാറും എല്ലാം ഇത്തരത്തിൽ കമൽ മലയാളികളുടെ മനസ്സിൽ വരച്ചിട്ട നായക കഥാപാത്രങ്ങളാണ്. ഒരു പക്ഷേ അത് സംവിധായകൻ കമൽ തന്നെയാണെന്ന് പറയേണ്ടതായി വരുന്നു. അതിവൈകാരികതയുടെ തലം കൊണ്ട് മലയാളികളെ എന്നും നൊമ്പരപ്പെടുത്താൻ ഈ കഥാപാത്രങ്ങൾക്കും അവ കൈകാര്യം ചെയ്ത സിനിമകൾക്കും ആയിട്ടുണ്ട്. എളുപ്പത്തിൽ മനുഷ്യരെ സ്പർശിക്കാവുന്ന വൈകാരികത നിറഞ്ഞ സിനിമകളായിരുന്നു സംവിധായകൻ കമലിന് എന്നും പറയാനുള്ളത്. ഒരർത്ഥത്തിൽ ഇതുതന്നെയാവാം കമൽ ചിത്രത്തിന്റെ പ്രത്യേകതകളിൽ എടുത്തു പറയേണ്ടതും. പിന്നെ അതിലെ ദൃശ്യഭാഷകളുടെ സാധ്യതകളും കമൽ ചിത്രങ്ങളുടെ പ്രത്യേകതകളിൽ ഒന്നാണ്. കാഴ്ചയിൽ മോശം എന്ന് ഒട്ടും തോന്നിപ്പിക്കാത്ത രംഗങ്ങളിലൂടെയുള്ള മികവും കമൽ ചിത്രങ്ങളുടെ പ്രത്യേകതയാണ്. അഭിനേതാക്കളുടെ പ്രകടനവും സാങ്കേതികവുമെല്ലാം കമൽ ചിത്രങ്ങളെ എന്നും നേരിട്ടതാകുന്നു. നിഴലുകൾ പിഴുതെറിഞ്ഞ് നഗ്നമാക്കപ്പെട്ട ജീവിതങ്ങളുടെ കഥ പറയുന്ന സംവിധായകൻ കമലിന്റെ ചിത്രങ്ങൾ എന്നും മലയാളികൾക്ക് മഞ്ഞിൻ പാളികൾ ചുണ്ടുകൾ അമർത്താൻ കൊതിക്കുന്ന ഗിരിനിരകൾ എന്ന് തന്നെ പറയാം.